അതുപോലെ തന്നെ മാസീവ് വിക്ടറി 2-1 ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിന്റെ എക്സ്ട്രാ പകരം വീട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതിന്റെ പകരം വീട്ടുക എന്ന് പറയുന്ന ഒരു നോർമൽ വാക്കായിരിക്കും. പകരം വീട്ടിലൊന്നുമില്ല, അതിനും അപ്പുറത്തേക്ക് നാണം കെടുത്തി വിടുക എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ഇന്ത്യൻ ബൗളേഴ്സും ഇന്ത്യൻ ഫീൽഡേഴ്സും ടീം ഇന്ത്യ ചേർന്ന് ന്യൂസിലൻഡിനെതിരെ നടത്തിയിരിക്കുന്നത്. 10 ഓവറിൽ 153 റൺസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന ഒരു മാറ്റർ ആയിരിക്കും. അതാണ് ഇപ്പോൾ ഡ്രീംസ് കപ്പ് ട്രൂ മൂവ്മെന്റിലേക്ക് ഇന്ത്യൻ ടീം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി 2 മത്സരങ്ങൾ കൂടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി എൻഡ് റിസൾട്ട് എന്തായാലും ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രം ന്യൂസിലൻഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ നോക്കുക, മിച്ചലിനെ ഇറക്കുന്ന ഫോമാറ്റ് എവിടെയാണെന്ന് നോക്കുക. നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. ഇപ്പോഴും ടോപ്പ് ഓർഡറിൽ ഇറക്കാതെ കൊണ്ടുവന്ന് 5-ാമതും 6-ാമതും പ്ലേസ്മെന്റിലേക്ക് ഇറക്കുന്നത് എന്ത് ബാഡ് ഡിസിഷനാണ് സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഫീൽഡിംഗിൽ എക്സ്ട്രാ ഓർഡിനറി നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് ന്യൂസിലൻഡ്. ലുക്കത്തെ ഫീൽഡിംഗ് ഈ 3 മത്സരങ്ങൾ എന്തോരം ക്യാച്ച് ഡ്രോപ്പേഴ്സ് ആണ് ഉണ്ടായി. ഇന്ന് തന്നെ എന്തോരം മിസ്ഫീൽഡുകൾ ഉണ്ടാകുന്നത്. ഇന്ന് ആകെ കയ്യിലോട്ട് പോയത് 1-2 ബോളാണ്, അത് തന്നെ മിസ്ഫീൽഡ് ഉണ്ടാകുന്നത്. സോ ഒരു